ഇടവേളയ്ക്ക് ശേഷം കഴിഞ്ഞ ദിവസമാണ് നമ്മുടെ PV അൻവർ MLA സടകുടഞ്ഞെഴുന്നേറ്റത്. ഇത്തവണ വനം വകുപ്പാണ് ലക്ഷ്യം. വനം ഭേദഗതി ബില്ലിനെതിരെ ആഞ്ഞടിക്കുന്നു പറഞ്ഞ അൻവറേട്ടന്റെ സംഹാരതാണ്ഡവം നമ്മൾ കണ്ടത് നിലമ്പൂർ ഫോറസ്റ്റ് ഓഫീസിന് മുന്നിലായിരുന്നു. കാട്ടാനാക്രമണത്തിനെതിരെയുള്ള പ്രതിഷേധമായിരുന്നു ആ കണ്ടത്. വീരനായി സ്ലോ മോഷനിൽ വരേണ്ടിയിരുന്ന അൻവറേട്ടനെ ഇവിടുത്തെ കേരള പോലീസ് തൂക്കിയെടുത്തോണ്ട് പോയില്ലേ? പുരായണം എന്ന് അവതരിപ്പിക്കുന്ന കഥയുടെ പേര് വെൽക്കം ടു സെൻട്രൽ ജയിൽ. അങ്ങ് തിരുവനന്തപുരത്ത് നമ്മുടെ കുട്ടി പ്രതിഭകളുടെ കലാപ്രകടനങ്ങൾ അടിപൊളിയായിട്ട് നടക്കാണ്. അതിനും മികവുറ്റ കലാപ്രകടനം കഴിഞ്ഞ ദിവസം നിലമ്പൂരിൽ നടന്നിട്ടുണ്ടായിരുന്നു. ആ കലാപ്രകടനങ്ങളിലേക്ക് ഒരെത്തിനോട്ടം. ആദ്യമായി വേദിയൊന്നിൽ ചവിട്ടുനാടകം അവതരിപ്പിക്കാൻ രംഗത്തെത്തുന്നു അൻവറേട്ടന്റെ DMK ടീം. അങ്ങനെ ചവിട്ടുനാടകത്തിന്റെ ഫലമായി നിലമ്പൂർ ഫോറസ്റ്റ് ഓഫീസ് ചാവീട് പൊടിയായിട്ടുണ്ട്. ചവിട്ടുനാടകത്തിലെ A ഗ്രേഡ് കിട്ടിയ സന്തോഷത്തിൽ ചാടിത്തുള്ളി വീട്ടിലേക്ക് പോയ അൻവറേട്ടന്റെ പിന്നാലെ പിന്നെയും വേറെ കുറെ കലാപരിപാടികൾ വരിയായിട്ട് പോയിണ്ടായിരുന്നു. അടുത്തതായി വേദി 2-ൽ കഥാപ്രസംഗം. അൻവറേട്ടൻ കലാപ്രതിഭയായിട്ട് മൂപ്പരൻ എല്ലാ പരിപാടിയിലും പങ്കെടുക്കട്ടോ. അതാ നോക്കൂ, അൻവറേട്ടനെ അറസ്റ്റ് ചെയ്യാൻ കേരള പോലീസ് ആളും ആരവുമായി മന്ദം നടന്നു വരികയാണ്. അതേസമയം അണിയറയിൽ മീഡിയയോട് എന്ത് പറയും എന്നാലോചിച്ച് കുലങ്കശമായി ചിന്തിച്ചിരിക്കുകയായിരുന്നു അൻവറേട്ടൻ. ഒരു MLA ഈ കോലത്തിൽ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുമ്പോൾ ഒരു സാധാരണക്കാരായ എൻ്റെ സ്ഥിതി എന്താവും? പിന്നെ ആരവിടെ വാ തുറക്കുക? അപ്പോൾ മോഡിക്കെതിരെ പറയുന്ന പിണറായി അതിലും വലിയ ഭരണകൂട ഭീകരത ഈ കൊച്ചു സംസ്ഥാനത്ത് ഇത്രയും വിദ്യാസമ്പന്നരായ മനുഷ്യരുടെ നാട്ടിൽ നടത്തുമെങ്കിൽ നടത്തട്ടെ എന്ന്. അൻവറേട്ടൻ അറസ്റ്റ് ചെയ്യാൻ പോലീസ് വന്നപ്പോ പൊടുന്നനെ അന്തരീക്ഷം മാറി, ശബ്ദവീചികൾ മാറി, സ്വരത്തിൽ ഭീഷണി കലർന്നു. പിന്നല്ലാണ്ട് പിണറായിക്കെതിരെ സംസാരിക്കാത്ത PV അൻവറിനെ നിങ്ങൾക്ക് സങ്കല്പിക്കാൻ പോലും കഴിയണ്ട സുഹൃത്തുക്കളെ. ആരാ ആഭ്യന്തര വകുപ്പ്? പിണറായി മുഖ്യമന്ത്രിയാണ്. ആ നിർദ്ദേശം പാലിക്കാൻ വന്ന പോലീസുകാരാണ്. അവർക്ക് എന്തിനാ ഒരു പ്രശ്നം ഉണ്ടാക്കുന്നത്? അപ്പോൾ ഞാനൊരു നിയമസാമാജികനെ MLA ആയതുകൊണ്ട് ഇപ്പം വഴങ്ങുക, അല്ലെങ്കിൽ പിണറായിൻ്റെ അപ്പൻ്റെ അപ്പം വിചാരിച്ചാലേ എന്നെ അറസ്റ്റ് ചെയ്യാൻ കഴിയില്ലായിരുന്നു. നിയമത്തിന് കീഴടങ്ങാണ്. അപ്പോൾ നമുക്കത് കാണാം. ഇനി ഒരു പക്ഷേ ജയിലിലിട്ട് എന്നെ കൊല്ലിയെടുക്കും. പലരും കൊന്നിട്ടുണ്ടല്ലോ, പലർക്കും വിഷം കൊടുത്തിട്ടുണ്ടല്ലോ. നമുക്ക് നോക്കാം. ജീവൻ ബാക്കിയുണ്ടെങ്കിൽ പുറത്തിറങ്ങിയ ബാക്കി ഞാൻ കാണിച്ചു കൊടുക്കുക. അടുത്തതായി വേദി 3-ൽ സംഘഗാനത്തിന്റെ പേര് PV അൻവർ സ്തുതി അഥവാ പിണറായി വിരുദ്ധത. പക്ഷെ സംഘഗാനത്തിനിടയ്ക്ക് നമ്മുടെ മത്സരാർത്ഥികള് കുറച്ച് ഇമോഷണലായി പോയി. എന്താ കാര്യം? മൊയലാളിനെ പിടിച്ചോണ്ടായ പോലീസുകാര് പോലീസ് ജീപ്പിൽ ഫ്രണ്ടിൽ ഇരുത്തുന്നതിന് പകരം ഞങ്ങളുടെ മൊയലാളിനെ ബാക്കിൽ ഇരുത്തിരിക്കുന്നു. അതങ്ങനെ ശരിയാവും? വനം വകുപ്പ് ഓഫീസ് ആക്രമിച്ചു തന്നെയല്ലേ കേസ്? കുറ്റം തന്നെയാണ്. എന്നാലും ഒരു രാജ്യദ്രോഹിനെ പിടിച്ചോണ്ട് പോണ പോലെയല്ലേ ഒരു MLA പിടിച്ചോണ്ട് പോയത്. പക്ഷെ ഇതിൽ ഒരു കാര്യം നമ്മള് നോട്ട് ചെയ്യണം കേട്ടാ. കേരള പോലീസിനെ കൊണ്ട് എന്തിനു കൊള്ളാന്നല്ലേ ഇവിടെ പലപ്പോഴും വിമർശനം ഉന്നയിച്ചിരുന്നത്. എന്നിട്ട് അൻവറേട്ടന്റെ കാര്യം വന്നപ്പോ എന്തായി? ശരവേഗത്തിലല്ലേ കേരള പോലീസ് പ്രവർത്തിച്ചത്. അൻവറേട്ടന്റെ വീട് വളയുന്നു, ഭീകരവാദിയെ പോലെ പിടിച്ചോണ്ട് പോകുന്നു, പ്രവർത്തകര് മുദ്രാവാക്യം വിളിക്കുന്നു. പിന്നീട് അങ്ങോട്ട് വൈദ്യപരിശോധനയായി, മജിസ്ട്രേറ്റ് ആയി, ജുഡീഷ്യൽ കസ്റ്റഡിയായി, അങ്ങനെ എല്ലാം വളരെ പെട്ടെന്നായിരുന്നു. അങ്ങനെ പ്രഭാതം പൊട്ടിവിടർന്നു. ശേഷം വേദിയിൽ ഇറങ്ങിയിരുന്നു നാടക മത്സരം. പല കഥാപാത്രങ്ങൾ ആടിത്തകർത്തൊരു ഗംഭീര നാടകം. അല്ലാതൊരു തെറ്റായ നടപടിയാണ്. ഒരു കേസെടുത്താൽ MLA നോട്ടീസ് കൊടുത്താൽ പോലീസ് സ്റ്റേഷനിൽ ഹാജരാവും. അതിൽ 10-100-ലധികം പോലീസുമായിട്ട് രാത്രി ചെന്ന് MLAയുടെ വീട് വളഞ്ഞ് അറസ്റ്റ് ചെയ്യേണ്ട ഒരു സാഹചര്യവും അവിടെ നിലവിലില്ല. ഇതാരിത്? അൻവറേട്ടന്റെ കാര്യം വരുമ്പോ അപ്പം മുഖം തിരിച്ചിരുന്ന ആളല്ലേ ഇപ്പൊ അൻവറേട്ടന് വേണ്ടി സംസാരിക്കാൻ മുന്നിൽ നിൽക്കണത്. അതേ സുഹൃത്തുക്കളെ, കുറച്ചു കാലം മുന്നേ വരെ ശത്രുക്കളായി കണ്ടിരുന്ന പലരുമാണ് ഇപ്പൊ അൻവറേട്ടന് വേണ്ടി ഘോരം പ്രസംഗിക്കുന്നത്. മുത്താണേ സുത്താണേ PV അൻവർ സുത്താണേ. പ്രതിഷേധത്തിന് മുമ്പിൽ ലോക്കൽ MLA മുമ്പിൽ നിന്നു. അതിന് രാത്രി കൊലപാതകളെ പിടിക്കുന്ന പോലെയാണ് വീട് വളഞ്ഞിട്ട് ആളെ അറസ്റ്റ് ചെയ്തത്. ഒരു ഭരണകക്ഷി MLA മുകേഷ് ഇമ്മോറൽ കേസിൽ പ്രതിയായിട്ട് അദ്ദേഹത്തിനെ കൺമുമ്പിൽ പോലും അറസ്റ്റ് ചെയ്യാൻ തയ്യാറാവാത്ത പോലീസാണ് ഇന്നലെ വീട് വളഞ്ഞ് ഇന്നലെ വരെ ഭരണകക്ഷിയായിരുന്ന ഒരു MLA ഇന്ന് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയിട്ടുള്ളത്.
PV അൻവറിന് അഭയം കൊടുക്കാൻ ആരുമില്ല, PV അൻവർ ഇവിടെ ഗതി കിട്ടാണ്ട് അലഞ്ഞു തിരിഞ്ഞ് നടക്കാണെന്നൊക്കെ പരിഹരിച്ചവരൊക്കെ എന്തേ? ഇതൊക്കെയാണ് അൻവറേട്ടിന് വേണ്ടി സംസാരിക്കാൻ ഇവിടെ മത്സരം നടക്കാണ്. ഒരു ജനപ്രതിനിധിയെ മാന്യമായിട്ട് അറസ്റ്റ് ചെയ്യാൻ പോലും അറിയാത്ത ഒരു സർക്കാരിൻ്റെ ദയനീയമായ മുഖം മാത്രമല്ല കാണുന്നത്. അൻവർ എന്തിന്റെ പേരിലാണ് അറസ്റ്റ് ചെയ്യപ്പെടുന്നത് എന്നതൊരു വിഷയമാണ്. അൻവറേട്ടിനെ സപ്പോർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരിങ്ങനെ തിക്കും തിരക്കും കൂട്ടല്ലേ, വരിവരായിട്ട് നിൽക്കൂ പ്ലീസ്. എതിരെ നോട്ടീസ് കൊടുത്താൽ വരുമല്ലോ. പ്രതിപക്ഷത്തിന് ഒരാളായതുകൊണ്ടാണ് അങ്ങനെ ഉണ്ടായത്. ഭരണകക്ഷിയായിരുന്നെങ്കിൽ ഇതിലും വലിയ സംഭവം ഉണ്ടായാലും ഇങ്ങനെ ഉണ്ടാവില്ലായിരുന്നു എന്നുള്ളതാണ്. ഇപ്പൊ നിങ്ങൾ വിചാരിക്കും പ്രതിപക്ഷത്ത് ഇരിക്കുന്നവർക്ക് മാത്രമേ പറയാനുള്ളൂ, ഒരു MLA അറസ്റ്റ് ചെയ്തിട്ട് ഭരണപക്ഷത്ത് ഇരിക്കുന്നവർക്കൊന്നും പറയാനില്ലെന്ന്. അവര് ഈ കണ്ട ബഹളങ്ങളൊന്നും അറിഞ്ഞിട്ടില്ലെന്ന് പിന്നെ എങ്ങനെ പ്രതികരിക്കും? ഞാൻ നിങ്ങളുടെ പത്രത്തിൽ ഇപ്പോൾ വായിച്ചു. അതിനപ്പുറം എനിക്കത് സംബന്ധിച്ച് അറിഞ്ഞുകൂടാ. അല്ലാതെ ഞാൻ ഇതിന്റെ ഒരു കാര്യവും എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ നിങ്ങളുടെ പത്രത്തിൽ വന്നിട്ടുള്ള വാർത്തയാണ് എനിക്കറിയുന്നത്. പാവങ്ങള് കണ്ട ഇവരാരും ഒന്നും അറിഞ്ഞിട്ടില്ലെന്ന്. ഒരു MLA വീട് വളഞ്ഞ് പോലീസ് അറസ്റ്റ് ചെയ്തോണ്ട് പോയിട്ട് ഇവിടെ കോൺഗ്രസ് മാത്രം ഒന്നും അറിഞ്ഞില്ല. അവരൊക്കെ അറിഞ്ഞത് പിറ്റേ ദിവസം പത്രം വായിച്ചപ്പോഴാണ്. അത്ഭുതം തന്നെ അല്ലേ? നാടകത്തിൽ എല്ലാരും ഒന്നിനൊന്നായിട്ട് അഭിനയിക്കണ്ടല്ലോ. മുടുക്കന ഞാൻ പറഞ്ഞു, എനിക്ക് നിങ്ങൾ ഇപ്പോൾ പറയുമ്പോഴാണ്, ഇത് രാവിലെ പത്രം എടുത്തപ്പോഴാണ് ഈ കാര്യങ്ങൾ അറിയുന്നത്. നിയമത്തിന്റെ വഴിക്ക്. ഈ രാത്രി നേരത്തെ കിടന്നു, ഒരു 10 മണിയൊക്കെ ആയപ്പോഴത്തേക്ക് ഉറങ്ങി. അതൊന്നും പറയാൻ പറ്റാണ്ടിരുന്നേ. 10 മണി പറയാൻ പറ്റില്ലല്ലോ, പോലീസ് നേരത്തെ വന്നില്ലേ. ഒരു 9 പിടിക്കാൻ. ഇല്ല അതും പറ്റില്ല, 8 മണിക്ക് മുന്നേ പോലീസ് വന്നിട്ടുണ്ട്. അതെ, കഴിഞ്ഞ ദിവസം EPയും കോംറേഡ്സും നേരത്തെ കിടന്നു. സന്ധ്യയൊക്കെ ആയപ്പോഴത്തേക്കും വാതിൽ പൂട്ടി അടച്ചു കിടന്നു ഉറങ്ങിപ്പോയി. അതുകൊണ്ട് അൻവറിന്റെ വീട്ടിൽ നടന്നു നമ്മുടെ കോംറേഡ്സ് അറിയാണ്ടിരുന്നത്. അങ്ങനെ രാഷ്ട്രീയ കലോത്സവം അതിന്റെ അന്തിമ ഘട്ടത്തിലെത്തിയപ്പോ കപ്പ ആർക്ക് കൊടുക്കണം ഭയങ്കര കൺഫ്യൂഷൻ. എല്ലാരും ഒന്നിനൊന്നും മികച്ച പെർഫോമൻസ് അല്ല പുറത്തെടുത്തത്. അതുകൊണ്ട് കപ്പ എല്ലാരും കൂടെ ഷെയർ ചെയ്യണമെന്ന് അപേക്ഷിക്കാണ്. ഇനിയിപ്പോ ഒറ്റ സംശയമുള്ളൂ, ഫേമസ് ആവാൻ വേണ്ടി അൻവറേട്ടൻ സ്വയം വീരപുരുഷൻ തമ്മിയതാണോ, അതോ സർക്കാർ വെറുതെ ഇരുന്നിരുന്ന അൻവറേട്ടനെ ചൊറിഞ്ഞുകൊണ്ട് അബദ്ധവശാ സർക്കാരിന്റെ ഒരു പ്രൊമോഷൻ മീഡിയ അറ്റൻഷനും പോയതാണോ എന്നാണ് സംശയം. രണ്ടായാലും നാട്ടുകാർക്ക് ഇതൊക്കെ നല്ല എന്റർടൈൻമെന്റ് ആണ്. ഇനി പറയാൻ പോണത് മുഖ്യമന്ത്രി കസേരയിലേക്ക് കണ്ണും നട്ട് കാത്തിരിക്കുന്നവരെ കുറിച്ചാണ്. കോൺഗ്രസിനകത്തുള്ളവർ ആകെ അസ്വസ്ഥരാണ് ഗൈസ്. സ്വാഭാവികം, അതിൽ അസ്വസ്ഥത പുതുമയുള്ളതൊന്നല്ല. ഇത്തവണത്തെ അസ്വസ്ഥത മുഖ്യമന്ത്രി കസേര സംബന്ധിച്ചാണ്. NSSന്റെ സപ്പോർട്ട്, വെള്ളാപ്പള്ളിയുടെ സപ്പോർട്ട്, സമസ്തയുടെ സപ്പോർട്ട്, അങ്ങനെ സപ്പോർട്ടുകളിൽ തിളങ്ങി നിൽക്കാണ് ചെന്നിത്തലാജി. ഞങ്ങളുടെ സതീശേട്ടനെ എങ്ങനെ സഹിക്കും? എങ്ങനെങ്കിലും ആ സപ്പോർട്ട് തിരിച്ചു പിടിക്കണം. അതിനുള്ള കുലങ്കശമായ ചിന്തയിൽ നിന്ന് സതീശേട്ടൻ ഒരു പൊതുവേദിയിൽ വെച്ച് 2 ഡയലോഗ് അങ്ങോട്ട് കാച്ചി. താൽക്കാലിക ലാഭങ്ങൾക്ക് വേണ്ടി അല്ലെങ്കിൽ സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി നീതിയുടെ വഴി ഒരിക്കലും ഉപേക്ഷിക്കില്ല. ആ നീതിയുടെ വഴിയെ നടന്ന ഒരാൾ ഉറങ്ങുന്ന മണ്ണിൽ നിന്നുകൊണ്ടാണ് ഞാൻ ഈ പറഞ്ഞത്. ചെന്നിത്തലാജി, ഇനിയും സതീശേട്ടനെ വളരാൻ അനുവദിച്ചുകൂടാ. സതീശേട്ടൻ ഇങ്ങനെ 2 ഡയലോഗ് അടിക്കാനല്ലേ പറ്റുള്ളൂ. വെള്ളാപ്പള്ളി അടക്കമുള്ള പല സമുദായ നേതാക്കളും പൊക്കി പറഞ്ഞത് ഞങ്ങളുടെ ചെന്നിത്തലാജിനെയാണ്. അതുകൊണ്ട് മുഖ്യമന്ത്രി കസേരയ്ക്ക് വേണ്ടിയിട്ടുള്ള ചെന്നിത്തലാജിയുടെ തട്ട് താണെന്നിരിക്കും. എല്ലാവരും പുകഴ്ത്താറൊക്കെയുണ്ട്, ആരും എഴുത്താറൊന്നുമില്ല. അതുകൊണ്ട് ആരെങ്കിലും പുകഴ്ത്തിയാൽ മുഖ്യമന്ത്രി ആവില്ല. അതിന് കോൺഗ്രസിന് ചില ചിട്ടവട്ടങ്ങളൊക്കെ ഉണ്ട്. ഇതേതാ യുദ്ധഭൂമിയിൽ ഒരു പുതിയ ഭടൻ? മുഖ്യമന്ത്രി കസേരയ്ക്ക് വേണ്ടിയിട്ടുള്ള മത്സരത്തിൽ സതീശേട്ടൻ മാത്രമേ ഓപ്പോസിറ്റ് ഉണ്ടാവുള്ളൂ എന്ന് വിചാരിച്ചത്. ഇതിപ്പോ പണിയാവോ? ഒരു സമുദായ സംഘടനയുടെ സമ്മേളനത്തിൽ പങ്കെടുത്തു എന്നതുകൊണ്ട് അദ്ദേഹത്തെ മുഖ്യമന്ത്രി ആവാനുള്ള സാധ്യത വർദ്ധിക്കുന്നുവെന്ന് നിങ്ങൾ ഉണ്ടാക്കുന്ന ഒരു നരേറ്റീവാണ്. നമ്മളല്ല ഹസൻജി, വെള്ളാപ്പള്ളിയെ പോലുള്ള ഒരു നല്ല കൃത്യവും വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് മുഖ്യമന്ത്രി കസേരയ്ക്ക് യോഗ്യൻ ചെന്നിത്തലയാന്ന്. മാത്രല്ല പ്രതിപക്ഷ നേതാവിന് നല്ല ആറഞ്ചം വിമർശിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. രമേശ്, എന്താ കുറവ്? മുഖ്യമന്ത്രിയെ കാണിക്കാനുള്ള എല്ലാ യോഗ്യതയും പ്രവർത്തന പാരമ്പര്യവും അതോടൊപ്പം ഇത്തരം ദീർഘമായ പാരമ്പര്യം കോൺഗ്രസിനകത്ത് ഉറപ്പിച്ചു നിന്ന് പ്രവർത്തിച്ച ഒരാള്. പുറത്തുനിന്നുള്ള സപ്പോർട്ടും ഉണ്ട്, UDFന്റെ അകത്തെ മെയിൻ ഘടകകക്ഷി ലീഗിന്റെ സപ്പോർട്ടും ഉണ്ട്. അതുകൊണ്ട് ഇനി ഒന്നുകൊണ്ടും പേടിക്കേണ്ട ചെന്നിത്തലാജി, അടുത്ത CM നിങ്ങൾ തന്നെ. കോൺഗ്രസ് വേറൊരാളുടെ മുഖ്യമന്ത്രിയെ ഒരിക്കലും മുസ്ലിം ലീഗ് നിശ്ചയിച്ചു കൊടുക്കാറില്ലല്ലോ. ഇതെന്ത് കഷ്ടാണ്! അങ്ങനെ മുഖ്യമന്ത്രി കസേരയ്ക്ക് വേണ്ടിയിട്ടുള്ള കോൺഗ്രസിനകത്ത് മത്സരാർത്ഥികളുടെ എണ്ണം ഇങ്ങനെ കൂടി വരാണ്. അതെ, മുഖ്യമന്ത്രി കസേര ഒരെണ്ണേ ഉള്ളൂ കേട്ടോ. എന്നാലും അടുത്ത തെരഞ്ഞെടുപ്പിൽ ജയിക്കുമെന്ന് പോലും ഉറപ്പില്ലാത്ത ഈ സമയത്ത് മുഖ്യമന്ത്രി കസേരയ്ക്ക് വേണ്ടി ഒളിയം തെറിയണം നിങ്ങളുടെ ആ ഒരു തൊലിക്കെട്ടിട്ടുള്ളൂ. ആഭാരം തന്നെ കേട്ടോ.